ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഇന്ന് തൃശ്ശൂർ പോവുകയാണ്. അവിടെ ഫ്ലാറ്റ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള്. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു തരാനാണ് പോകുന്നത്. ജോസ് ആലുക്കാസ് ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ ഡയമണ്ട് എൻക്ലേവ് ഫ്ലാറ്റ് കാണാനാണ് ഞങ്ങളിപ്പോൾ യാത്ര തിരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് തൃശ്ശൂർ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തൃശ്ശൂർ നഗരത്തിൽ തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ജെറിൻ കൂടി ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ പോകുമ്പോൾ നമ്മൾ മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് എനിക്കെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വീഡിയോ ഷൂട്ട് ചെയ്താൽ മാത്രമേ വിദേശത്ത് പഠിക്കുന്ന നമ്മുടെ സ്റ്റെഫിന് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്നാണ് എൻ്റെ വലിയ ആഗ്രഹം. നമ്മുടെ ഈ ഫ്ലാറ്റ് തൃശ്ശൂരിലുള്ള നടത്തറയിലാണ്. NH ആയിട്ട് 600 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. അതേപോലെ തന്നെ ജൂബിലി മെഡിക്കൽ കോളേജിൻ്റെയും അടുത്തായിട്ട് വരും. ജോസ് ആലുക്കാസിൻ്റെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ടും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഫ്ലാറ്റാണ് വീടിനേക്കാളും സേഫ്. നമ്മൾ ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ ഇവിടെ വരിക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല സുരക്ഷയും അതുപോലെ വീട് അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം ഫ്ലാറ്റാകുമ്പോൾ അവർ തന്നെ ചെയ്യും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നോളും. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യത്തിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അണുകുടുംബമാണ്. ഇപ്പോൾ കുട്ടികളും ചിലപ്പോൾ അവരൊക്കെ വിദേശത്തായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും കുറച്ചുകൂടി സേഫ്റ്റി കാര്യങ്ങൾ, ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ പോലും സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് അവരുടെ സേഫ്റ്റി കാര്യങ്ങളും കുറച്ചുകൂടി നല്ലത് ഫ്ലാറ്റാണ്. ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ബിൽഡറിൻ്റെ ഫ്ലാറ്റ് ആയിരിക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെൻഷൻസൊക്കെ ഒരുപാട് ഒഴിഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി നടക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പോൾ ഇത് ജ്വല്ലറി രംഗത്ത് പ്രശസ്തരായ ജോസ് ആലുക്കാസ് ഗ്രൂപ്പിൻ്റെ ബിൽഡിംഗ് ആണ്. അപ്പോൾ അവരുടെ ഒരു പ്രോപ്പർട്ടി പ്രോജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരു ടെൻഷൻസ് ഒഴിവായി നമുക്ക് വിശ്വാസമുള്ളൊരു ബ്രാൻഡിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് 3 ബെഡ്റൂം ഫ്ലാറ്റാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മൾ 3 ബെഡ്റൂം ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ ഒക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പക്ഷേ അതിനേക്കാളേറെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ദൃശ്യ വിസ്മയം കൊണ്ട് മനോഹരമായിട്ടുള്ള ആ ഒരു ബാൽക്കണിയാണ്. ഹൈവേയിലേക്ക് പോകുന്ന റോഡാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത് 600 മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ഹൈവേ ആണ്. റൈറ്റ് എറണാകുളം, ലെഫ്റ്റ് പാലക്കാട്. അതെ, ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നല്ല കണക്ടിവിറ്റിയാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു റിസോർട്ടിൽ വന്നൊരു ഫീലാണ് കേട്ടോ. പിന്നെ നല്ല കാറ്റും കിട്ടുന്ന ഒരു സ്ഥലമാണത്. നമുക്ക് നല്ല ലൈറ്റ്, ഇപ്പം ഏത് ഫ്ലാറ്റിൽ ഇവിടെ ഏത് കോർണറിൽ നിന്നാലും നമുക്ക് നല്ല വെളിച്ചം കിട്ടും. അതിന്റെ ഡിസൈൻ അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല നാച്ചുറൽ എയർ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അത് നമുക്ക് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. സ്പേഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് കിച്ചൺ കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇതിനൊരു വർക്ക് ഏരിയ പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ അവിടെ കൊടുക്കണം. പിന്നെ നമുക്ക് ഇതെല്ലാം പോയിന്റ്സുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫയർ, അതുപോലെ തന്നെ ഓവൻ, മിക്സി, എല്ലാ സംഭവങ്ങൾക്കുള്ള പവർ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ക്യാബിനറ്റ്സ് ഒക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. അതിന് ഞങ്ങൾ അതിനുള്ള പ്രൊവിഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. പല ടേസ്റ്റാണ്. ഈ ഒരു ഫിനിഷിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത്. ഫ്രിഡ്ജിന്റെ ഏരിയ ഇവിടെയാണ് വരുന്നത്. എല്ലാ കിച്ചന്റെ അകത്ത് തന്നെ ഒരു ഫാസ്റ്റ് ലൈഫ്, മോഡേൺ ലൈഫിലൊക്കെ അങ്ങനെയാണോ. ഇവിടെ 3 ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആയിട്ടാണ്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനെല്ലാം സ്ലൈഡിംഗ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഒരു സ്പേസ് സേവിങ് ആൻഡ് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. ടോട്ടൽ ബാത്റൂം അടിപൊളി ലുക്കാണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ പ്ലേ ഏരിയയും അതുപോലെ തന്നെ എൻട്രൻസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഈ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 3 സൈഡിൽ നിന്ന് നമുക്ക് വെന്റിലേഷൻ ഉണ്ടാവും. അതാണ് ഒരു ഗുണം വരുന്നത്. സാധാരണ ഫ്ലാറ്റുകളിലൊക്കെ ഒരു സൈഡ് മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. ഈ സൈഡിലേക്ക് ഇത് നമുക്ക് വരുന്നത് സിറ്റി സൈഡാണ്. സിറ്റി സൈഡിലേക്ക് നമുക്കൊരു ചെറിയൊരു ആക്സസ് ഇവിടെ കിട്ടും. ജ്വല്ലറി രംഗത്ത് പ്രശസ്തരായ ജോസ് ആലുക്കാസിന് ധാരാളം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്.
ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജോസ് ആലുക്കാസിന്റെ കുട്ടനെല്ലൂരുള്ള ഇമ്പീരിയൽ ടവർ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? ഈ ഫ്ലാറ്റ് ഏറ്റവും വലിയ ഫ്ലാറ്റാണ്. 1800 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. പിന്നെ കളർ പാറ്റേൺ വ്യത്യാസം, ടൈൽസിന് ഉപയോഗിച്ചിരിക്കുന്ന കളർ ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ 3 ബെഡ്റൂംസിനും 3 ബാത്റൂംസിനും എല്ലാത്തിനും ചെറിയ വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട് കളറിൽ. അതെ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വീടെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് ആയാലും അത് ഒരു വീട് തന്നെയാണ്. സ്വന്തമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് മേടിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഒരു വീട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ഥലവും വീടുമായിട്ട് മേടിക്കാൻ നമുക്ക് പലർക്കും എളുപ്പമല്ല. എന്നുവെച്ചാൽ അത്രയും വിലയാണ്. തൃശ്ശൂർ ടൗണിലൊക്കെ ആണെങ്കിൽ ലാൻഡിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഫ്ലാറ്റ് കൺസെപ്റ്റിലേക്ക് മാറി മോഡേൺ ലൈഫാണ്, സേഫ് ആണ്, സെക്യൂർഡ് ആണ്. അതെ, കുറച്ചാൾ മാറി നിന്നാലും നമുക്ക് മെയിൻ്റനൻസ് എല്ലാം വളരെ ഫ്രീ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഫ്ലാറ്റിലേക്ക് മാറുന്നത്. എപ്പോഴും വീടിനേക്കാൾ ഇപ്പൊ താല്പര്യം വന്നിരിക്കുന്നത് ഫ്ലാറ്റിനോടാണ്. പ്രത്യേകിച്ചും NRIസിനായാലും അവർക്ക് എന്താ പറയാ, ടെൻഷൻ ഫ്രീ ആണ്. ഫ്ലാറ്റ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അത് അവിടെ സേഫ് ആയിട്ട് സെക്യൂർഡ് ആയിരിക്കും, മെയിൻ്റനൻസ് കറക്റ്റ് ആയിട്ട് നടക്കുന്നത്. വീട് വാങ്ങി കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള നാശങ്ങൾ സംഭവിക്കുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ റെന്റിന് കൊടുക്കാം. റെന്റിന് ഡെയിലി എൻക്വയറീസ് ആയിരിക്കും. അപ്പൊ മിനിമം ഒരു 3 സൈഡിൽ നിന്നുള്ള വ്യൂ ഒരു ഫ്ലാറ്റിന്റെ പോകാൻ തോന്നുന്നില്ല. നല്ല രസമുണ്ട് കാണാൻ. ഇതുണ്ടോ, ഇതിന് നല്ല അടിപൊളിയാണല്ലോ ഇത്. ഇത് നമ്മൾക്ക് ഇതൊരു വെന്റിലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നോർമലി കൂടുതലും ഫ്ലാറ്റുകളിൽ ഇങ്ങനെ ഒരു കോറിഡോർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ എന്താ വെച്ചാൽ നാച്ചുറൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫ്ലാറ്റിന്റെ അകത്തേക്ക് എപ്പോഴും ഒരു വെളിച്ചത്തിന്റെ ഒരു നല്ലൊരു ഇതുണ്ടാവും, ഉണ്ടാവില്ല. അതിനു വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോ നമുക്ക് ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞ ഈ ഫ്ലാറ്റിന്റെ ഈ രൂപകൽപ്പന വളരെ ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ നമ്മളുടെ 4 കെട്ടും നടുമുറ്റം എന്ന് പറഞ്ഞ ഒരു പ്രതീതിയെ തോന്നി. അല്ല, ഇത് കൊള്ളാം, നല്ല പ്രകാശം. ഏത് സമയത്തായാലും നമുക്ക് ഫ്ലാറ്റിന്റെ അകത്ത് നല്ല വെളിച്ചം. നമുക്ക് 2 ബെഡ്റൂം ഫ്ലാറ്റ് കാണാം. 3 ബെഡ്റൂം ഫ്ലാറ്റ് പോലെ തന്നെയാണ് 2 ബെഡ്റൂം ഫ്ലാറ്റിലെ എല്ലാ കാര്യങ്ങളും. കിച്ചൺ ആണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും എല്ലാം ഒരേ ക്വാളിറ്റിയിൽ തന്നെയാണ്. 3 ബെഡ്റൂം ഫ്ലാറ്റിലെ പോലെ തന്നെ ഇവിടെയും നല്ലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ടൗണിലേക്കുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് കിച്ചണിൽ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് കിച്ചണിലേക്ക് ഡയറക്റ്റ് എൻട്രി കൊടുക്കാം. ഇതിന് 1100 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 1800 ജോസ് ആലുക്കാസ് ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ ഡയമണ്ട് എൻക്ലേവ് ഫ്ലാറ്റിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫിറ്റ്നസ്സിനൊക്കെ ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ജിമ്മാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇറക്കത്തിനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഒക്കെ നമ്മൾ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്നത് നല്ലതാണെന്നല്ലേ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇൻഡോർ ഗെയിംസിനായിട്ട് ഒരുക്കിയിട്ടുള്ള റൂമിലേക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ഗെയിം റൂമാണ് കേട്ടോ. കുട്ടികൾക്ക് മുതിർന്നവർക്കും മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് വളരെയേറെ നല്ലൊരു കാര്യമാണ് ഇതുപോലുള്ള ഗെയിംസുകൾ. ചെസ്സും ക്യാരംസും ഒക്കെ കളിക്കുന്നത് ബ്രെയിൻ പവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെയൊക്കെ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കണം. ഇവിടുത്തെ ഇതുപോലുള്ള ഫെസിലിറ്റി ഒന്നും യൂസ് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് ചാർജുകളൊന്നുമില്ല. ഇവിടെ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ഫ്രീ ആണ്. ഇത് നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ 200 പേർക്ക് വരെയുള്ള ഫംഗ്ഷനൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹാളിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വാഷ് ഏരിയ അതുപോലെ തന്നെ AC, ഫാൻ എല്ലാം സെറ്റാണ് കേട്ടോ. ഇവിടെ ഔട്ട്ഡോർ പാർട്ടിയൊക്കെ നടത്താനായിട്ട് വിശാലമായ ടെറസിൻ്റെ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ബിന്നാണ് നമ്മൾ ഈ കാണുന്നത്. ഡോർ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇത് കളക്ട് ചെയ്ത് ഇവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഇൻസിനറേറ്റർ ആണ്. ഇതാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ ബ്രോഷർ. ഇതിൽ നമുക്ക് യൂണിക് പ്ലാൻസ് നമ്മൾ കണ്ട ഫ്ലാറ്റിന്റെ പ്ലാനൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് അതിൻ്റെ റൂം സൈസുകളും കാര്യങ്ങളൊക്കെ ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിലുള്ള കൊടുത്തിട്ടുണ്ട്. കാര്യം ഞങ്ങളിപ്പോൾ ഏതായാലും യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് josalukkasproperties.com ആ സൈറ്റിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കും. പ്രോജക്റ്റിന്റെ ലേറ്റസ്റ്റ് ഫോട്ടോസും പ്ലാനും
പിന്നെ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഇതാണ് നമ്മുടെ. അപ്പോൾ നമുക്കിപ്പോൾ ഈ വന്ന് കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഇതിൻ്റെ ഇനിയും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നടക്കണമല്ലോ. അപ്പോൾ അതിന് ഈ ബാങ്കിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്യണം? അത് നിങ്ങൾ? ബാങ്ക് ലോൺ നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ പ്രോജക്റ്റ് ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ സാറ് 20% തന്നിട്ട് ഒരു എഗ്രിമെൻറ്റ് ചെയ്യണം. ബാലൻസ് 80% ബാങ്കിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഒരു 2 വീക്സിൻ്റെ പ്രോസസ്സിങ് ടൈമുള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ നേരെ രജിസ്ട്രേഷൻ. അപ്പോൾ ആദ്യമായിട്ട് ഇനീഷ്യലി സാർ ചെയ്യേണ്ടത് 20% തന്നിട്ട് എഗ്രിമെൻറ്റ് ചെയ്യും. ആ എഗ്രിമെൻറ്റ് ബാങ്കിന് കൊടുത്താലാണ്. അപ്പോൾ ഏത് ബാങ്ക്? സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്, HDFC, ICICI, PNB, ഹൗസിംഗ് ഫിനാൻസ്, പിന്നെ LIC, നമുക്ക് എല്ലാ ലീഡിങ് ഫിനാൻഷ്യൽ സർവീസുള്ള എല്ലാവർക്കും നമ്മൾ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി അവരുടെ ലീഗൽ സൈഡും ടെക്നിക്കൽ സൈഡും ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റമറുടെ ലോണിന് ചെന്ന് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സാങ്ഷൻ ശരിയാക്കി തരും. അപ്പോൾ അത് ബിൽഡറാണ് എല്ലാ ഡോക്യുമെൻറ്റേഷനും ചെയ്യുന്നത്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇപ്പം ആദ്യം ബിൽഡറുടെ പേരിലായിരിക്കില്ല, രജിസ്റ്റർ ചെയ്തതിന് ശേഷം സാറിൻ്റെ പേരിലേക്ക് മാറ്റി തരും. അതുപോലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ നെയിം ചേഞ്ചിങ് ചെയ്യും. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യുന്നതാണ്. അതിനൊന്നും ചാർജ് ഈടാക്കുന്നില്ല. എല്ലാതും നമ്മൾ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആക്കി തരും. എല്ലാം നമ്മൾ തന്നെ കൈകാര്യം ചെയ്യും. പിന്നെ ഇതിൻ്റെ വാട്ടർ എങ്ങനെയാണ്? വാട്ടർ സപ്ലൈ നമ്മൾ ഇൻ ഹൗസ് ആണ്. അതായത് നമുക്ക് ഇവിടെ ട്യൂബ്വെൽസ് ആണ്, ബോർവെൽ എന്ന് പറയുമ്പോൾ 2 ബോർവെൽ സപ്ലൈ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സഫീഷ്യൻറ്റ് വാട്ടർ ഉണ്ട്. അത് പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടറാണ്. പിന്നെ പവർ സപ്ലൈ നേരത്തെ പറഞ്ഞില്ല അല്ലേ? പവർ സപ്ലൈ നമുക്ക് ബ്രേക്ക് ആവാണെങ്കിൽ ജനറേറ്റർ ബാക്കപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ റൂമിലേക്ക് എല്ലാ ഫ്ലാറ്റുകളിലേക്കും നമുക്ക് എല്ലാ ലൈറ്റും ഫാനും ഒക്കെ ജനറേറ്റർ ബാക്കപ്പിലുള്ളതാണ്. പിന്നെ പവർ പോയിന്റ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഫ്ലാറ്റിലേക്ക് ഒരു 1200-250 വാട്ട്സിൻ്റെ സപ്ലൈ നമുക്ക് ചെയ്യാൻ പറ്റും ജനറേറ്ററിൽ. അപ്പോൾ തൃശ്ശൂരിൽ സ്വന്തമായൊരു ഫ്ലാറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഒന്നാണ് നമ്മുടെ ജോസ് ആലുക്കാസ് ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഫ്ലാറ്റ് കേട്ടോ. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.